الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, തിരിച്ചറിയാതെ പോകുന്ന തീവ്രവാദം സംസാരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട വിഷയത്തിൻ്റെ തലവാചകം അങ്ങനെയാണ്: ഇസ്ലാം പ്രവാചകന്മാരാൽ ഈ ലോകത്ത് പ്രബോധനം ചെയ്യപ്പെട്ട അള്ളാഹുവിൻ്റെ മതത്തിന് നൽകപ്പെട്ട പേരാണ്. അറബിയിലുള്ള ആ പദത്തിന്റെ കൃത്യമായ ഭാഷാർത്ഥം സമർപ്പണമെന്നാണ്, സമാധാനം നൽകൽ എന്നാണ്. യാദൃശ്ചികമായിരിക്കാം, അല്ലെങ്കിൽ ദൈവികമായ നിലയിൽ സ്വോദ്ദേശമായിരിക്കാം ഇസ്ലാം എന്ന ആ വാക്കിനോട് എന്നും മുസ്ലിം ലോകം ചേർത്ത് വെക്കുന്ന ഒരു പദമാണ് ഈമാൻ എന്നത്. ആ വാക്കിന്റെ അർത്ഥം വിശ്വാസം എന്ന് മാത്രമല്ല, നിർഭയത്വം നൽകൽ എന്നുകൂടിയാണ്. ചുരുക്കത്തിൽ സമർപ്പണമെന്നും വിശ്വാസമെന്നും ഒക്കെ പറയുന്ന ഇസ്ലാം, ഈമാൻ എന്നതിനോട് സമാധാനം നൽകുന്നതും നിർഭയത്വം പ്രദാനം ചെയ്യുന്നതും എന്നുകൂടി അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ് ഇന്ന് നിത്യജീവിതത്തിൽ നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദാവലികളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് വളരെ ചൂടേറിയ ചർച്ചകൾ, സംവാദങ്ങൾ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് ഏറ്റവും സജീവമായ ഒരു ചർച്ചയായി ഇസ്ലാമും മുസ്ലിങ്ങളും മാറിയത് ലോകത്ത് തന്നെ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജനസംഖ്യ കൊണ്ട് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമായിട്ടുള്ള ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ എന്ന നിലയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരങ്ങളുമായി ബന്ധപ്പെടുത്തി ബാബരി മസ്ജിദ് വിവാദം കത്തി നിന്ന കാലത്ത് ഇപ്പോ
2002 സെപ്റ്റംബർ 11 സംഭവത്തെ തുടർന്ന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സമുച്ചയങ്ങളെ തകർത്തതിന്റെ പേരിൽ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നതിലുള്ള തുടക്കം മുതലേ നമ്മൾ കണ്ട് കേട്ട് മുസ്ലിം ലോകം അനുഭവിച്ച വർദ്ധിച്ച ആവേശത്തെ തുടർന്നുള്ള കോലാഹലങ്ങളും അവിടെ നിന്നിങ്ങോട്ട് പിന്നിട്ട 9 വർഷങ്ങൾ 2011 സെപ്റ്റംബർ 2002 സെപ്റ്റംബർ 11 ശേഷം മുസ്ലിം ലോകത്ത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്ക് പുറമേ തന്നെ മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായി വളർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഇസ്ലാം വിരുദ്ധ വിവാദങ്ങൾ, ബാബരി മസ്ജിദിന്റെ പ്രശ്നവും ഗുജറാത്തിലെ കലാപവും അതിനു മുൻപ് നടന്ന ഇന്ത്യ പാക് വിഭജനവുമെല്ലാം ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ മുറിവുകളും വേദനകളും ഇന്നിപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന നിലയിൽ മുദ്രകുത്തപ്പെട്ട ബിൻ ലാദന്റെ കൊലപാതകവുമായി ഉസാമത്ത് ബിൻ ലാദിൻ എന്നാണ് മുഴുവൻ പേര്. ഉസാമത്ത് ബിൻ ലാദിൻ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, കോലാഹലങ്ങൾ, രണ്ട് പക്ഷത്ത് നിന്ന് മുസ്ലിങ്ങളിൽ തന്നെ ചിലരും മുസ്ലിങ്ങളിൽ തന്നെ പെടുന്ന മറുവിഭാഗവും അനുകൂലിച്ചും പ്രതികൂലിച്ചും നടത്തുന്ന വാദമുഖങ്ങൾ. എന്തുമാകട്ടെ, ഒരു കാര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. തീവ്രം എന്ന ആ പദമോ ആ പദവുമായി ചേർത്ത് വെച്ച് നാം പറയുന്ന തീവ്രവാദം എന്ന സമീപനമോ മുസ്ലിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നതാണത്. മുസ്ലിങ്ങൾക്ക് പാടുണ്ടോ ഇല്ലേ എന്നതാണത്. പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ചരിത്ര ദശാസന്ധികൾ ഏതുമാകട്ടെ, നമ്മുടെ ആലോചനകൾ ചുറ്റിപ്പറ്റി നടക്കുന്ന ആഗോള പ്രാധാന്യമുള്ള സംവാദ കാരണങ്ങൾ ഏതുമാകട്ടെ, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി പാടുണ്ടോ ഇല്ലേ എന്നതാണ് ആദ്യമേ ഉണ്ടാകേണ്ടത്. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. കാലാകാലങ്ങളിൽ ഇസ്ലാം പരിചയപ്പെടുത്തി പോകുന്ന പ്രവാചകന്മാരൊക്കെ സമാധാനത്തിന്റെ പ്രവാചകന്മാരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് ഏതാണ്ട് 25ഓളം യുദ്ധങ്ങളിൽ നേരിട്ടും മാറി നിന്ന് നിയന്ത്രിച്ചും പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അംഗസംഖ്യയെ സംബന്ധിച്ച് നമുക്കറിയാം. ചരിത്രത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധേയമല്ലാത്ത, പറഞ്ഞാൽ ആളുകൾക്ക് അത്ഭുതം കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ച് പോകാവുന്ന അത്ര ചെറിയ ഒരു സംഖ്യ മാത്രം ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് നിയന്ത്രിച്ച യുദ്ധങ്ങളിലും അല്ലാതെയും കൊല്ലപ്പെടുകയുണ്ടായിട്ടുള്ളത്. പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടുള്ളതും അതെല്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുമാണ്. എതിർക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുകയും എതിർപ്പ് മാത്രം ലാക്കാക്കി ലക്ഷ്യം വെച്ച് നീങ്ങുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ കാലത്തും ഇസ്ലാമിനെ താറടിക്കുവാനും ഇസ്ലാമിന്റെ നന്മയെ അപകീർത്തിപ്പെടുത്തുവാനും ഇസ്ലാമിന്റെ വ്യാപനത്തെയും പ്രചാരണത്തെയും തടയിടുവാനും ഇസ്ലാം ഒരു ഭീകര മതമാണെന്നും മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും വളരെ ബോധപൂർവം പറഞ്ഞു പോന്നിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അരുതാത്തതോ അനാവശ്യമോ അവിഹിതമോ അർഹതയില്ലാത്തതോ എന്ന് തോന്നാവുന്ന എന്തൊരു സമീപനം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ, അതിരൂക്ഷമായി അതിനെ വിമർശിക്കുകയും അതിന്റെ പത്തിക്ക് തന്നെ അടിച്ച് എന്നേക്കുമായി അതിന്റെ വീര്യമോ അനാവശ്യമായ അതിന്റെ ആവേശമോ കെടുത്തിക്കളയുകയും ചെയ്യുന്ന സമീപനമാണ് നബി തിരുമേനി സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒരു യുദ്ധം കഴിഞ്ഞു വന്ന സംഭാഷണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെ നേരിട്ട് നടത്തി വന്ന ഒരു യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് നബി തിരുമേനിയുടെ സന്നിധിയിൽ അവർ എത്തി നിൽക്കുമ്പോ, മദീനത്തെ മുറ്റത്തവർ വരുമ്പോ, മസ്ജിദ് നബവിയുടെ പരിസരങ്ങളിൽ അവരെത്തുമ്പോ ആ സംസാരം ഉച്ചത്തിലായി. അവർ ചെയ്ത് പറയുകയാണ്, എന്നാലും അത് വേണ്ടിയിരുന്നില്ല. എന്ത്? ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആ മക്കളെ കൊല്ലേണ്ടിയിരുന്നില്ല, ചെറിയ കുട്ടികളെ. എങ്ങനെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ ഈ സംസാരത്തിന്റെ ധ്വനിയെത്തി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പ്രശ്നം? ഇല്ല, ഞങ്ങള് യുദ്ധത്തില് ഇടപെട്ട് ശത്രുക്കളുടെ മണ്ണിൽ കാലുകുത്തി അവിടുത്തെ പടയോട്ടത്തിനിടക്ക് ചില കുട്ടികളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, അവിടുത്തെ കുട്ടികളെ കൊന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, എന്തിന്? നിങ്ങൾ കുട്ടികളെ കൊന്ന സാഹചര്യം എന്ത്? ഇല്ല, ഇന്നഹും സിബിയത്തുൽ മുശ്രിക്കീൻ, അവർ ആ നാട്ടിലെ ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികളാ, നമ്മളുമായി യുദ്ധക്കളത്തിൽ എതിരിടുന്ന പോരാളികളുടെ മക്കളാ, കള്ളന് കഞ്ഞിവെക്കുന്ന പെണ്ണുങ്ങൾ പെറ്റുവീണ കുട്ടികളാ. അതുകൊണ്ട് ശത്രുക്കളായ ആളുകളുടെ മക്കളെയും കൊന്നേക്കാമെന്ന് കരുതി. എല്ലാവരും അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ. ഫഹ്മറ വജ്ഹു റസൂലില്ലാഹ്, പ്രവാചകന്റെ മുഖം ചുവന്നു. പ്രവാചകന്റെ മുമ്പ് ഒരിക്കലും പ്രകടമാകാത്ത തരത്തിൽ ദേഷ്യം മുഖത്ത് പ്രകടമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് ആരനുവാദം തന്നു ആ കുഞ്ഞു മക്കളെ കൊല്ലുവാൻ? ആരാ നിങ്ങളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചുവോ? ശത്രുക്കളുടേതാണത്രേ. ശത്രുക്കളുടേതാണെങ്കിൽ തന്നെ അവരുടെ മക്കളെയോ സ്ത്രീകളെയോ വൃദ്ധരെയോ വികലാംഗരെയോ പോരാളികളായ യുദ്ധക്കളത്തിൽ വരാത്ത സിവിലിയൻസിനെയോ തൊട്ടുപോകരുത്, സാധാരണ ജനത്തെ സ്പർശിച്ചു പോകരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്ത് സമാധാനം ഇതിന് പടച്ചവനോട് പറയും? ഒന്നും അവർക്ക് പറയാനുണ്ടായില്ല. അന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളാണ് ആ സന്ദർഭം ഓർത്തോ ഓർക്കാതെയോ നമ്മളൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. ഏത് കുഞ്ഞും ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്നത് ശുദ്ധമായ സത്യസന്ധമായ നിഷ്കളങ്ക പ്രകൃതിയിലാണ്. ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളാണ് ആ കുട്ടി ജൂതനായി വളരാൻ ഇടവരുത്തുന്നതും ക്രിസ്ത്യാനിയായി വരാൻ കാരണമാകുന്നതും എല്ലാം. അല്ലെങ്കിൽ അഗ്നിയെ ആരാധിച്ച് ജീവിക്കുന്ന പേർഷ്യയിലെ മജൂസികളെ പോലെയാണെങ്കിൽ അതും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ആ കുട്ടി വളർന്നു വരുന്നത് കൊണ്ട് മാത്ര, അല്ലാതെ ആ കുട്ടികൾ നിരപരാധരാണ്. ഈ വാക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സന്ദർഭത്തിലാണ്. ഏതെങ്കിലും ഒരു ജീവിത ചുറ്റുപാടിൽ അരുതാത്തത് എന്ന് പറയാവുന്ന, അവിഹിതം എന്ന് കരുതാവുന്ന, അനാവശ്യം എന്ന് മറ്റുള്ളവർ ആക്ഷേപിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു സമീപനം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോഴെല്ലാം പ്രവാചകൻ അതിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ശത്രുക്കളുടെ പാളയത്തിൽ കടന്നു ചെന്നാൽ അവരുടെ കൃഷി ഒരിക്കലും നശിപ്പിക്കരുത്. റസൂലുള്ളാഹിയുടെ വളരെ കണിശമായ നിർദ്ദേശമാണ്. അവിടുത്തെ ചെടികളെ വെട്ടി നശിപ്പിക്കരുത്, മുറിക്കരുത്. ഒരിക്കലും അവരുടെ വനങ്ങൾക്ക് തീയിടരുത്. സാധാരണഗതിയിൽ ഇന്നിതൊക്കെയാണ് ആധുനിക ലോകത്ത് ചെയ്തു വരുന്നത്. മനുഷ്യവാസം ഉള്ള പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് ബോംബിടും. കൊച്ചു കുട്ടികളെ 10 ലക്ഷത്തിലധികം കുഞ്ഞുമക്കളെയാണ് ഇറാഖിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ലോകത്ത് കൊന്നൊടുക്കിയിട്ടുള്ളത്. 10 ലക്ഷത്തിലധികം കുഞ്ഞുമക്കളെ. അതിലധികം കുഞ്ഞുമക്കളെയാണ് പട്ടിണിക്കിട്ടും ഉപരോധം തീവ്രമാക്കിയും ശക്തിപ്പെടുത്തിയും ഭക്ഷ്യധാന്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇറാഖിലേക്ക് വരുന്നതിനെ കടലിൽ വെച്ച് തടഞ്ഞും അല്ലാതെയും അമേരിക്ക ഇറാഖിനോടും സദ്ദാം ഹുസൈനോടുമുള്ള പക തീർത്തിട്ടുള്ളത്. ഒരു കാര്യം സത്യമാണ്, ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുവോ ആ നടക്കുന്നതിന്റെ എല്ലാം
ലോകത്ത് ഏത് മുക്കുമൂലയിൽ എന്ത് സംഭവിക്കട്ടെ, രാഷ്ട്രീയമായ താല്പര്യങ്ങളാലോ സാമ്പത്തികമായ താല്പര്യങ്ങളാലോ ലോകത്തെന്ത് നടന്നാലും ശരി, അതിന്റെയൊക്കെ പിറകിൽ അമേരിക്ക എന്ന വലിയ സാമ്രാജ്യത്വ മുതലാളിത്ത ഭീകര തീവ്രവാദ രാജ്യത്തിന്റെ കറുത്ത കൈകളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അവരായിരുന്നു അജണ്ടകൾ നിശ്ചയിക്കുന്നത്, അവരായിരുന്നു തീരുമാനിക്കുന്നത് ഏത് രാജ്യത്തെ വേട്ടയാടണം വേട്ടയാടണ്ട എന്ന്, ആരാണ് ശത്രുക്കളായി പ്രഖ്യാപിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ വിളിച്ചു പറയും. അതൊരുപക്ഷെ ഇന്ത്യയുടെ, നോക്കണം നിങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറയുന്ന കാര്യം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം പോലീസുകാരുടെ യോഗം വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കും. ഇത് നടന്ന കാര്യമാണ്. അമേരിക്ക പറഞ്ഞ കാര്യം പി ചിദംബരവും പറഞ്ഞു. അതേ വായിൽ, അതേ നാവിൽ, അതേ വീര്യത്തിൽ, അതേ അജണ്ടയിൽ. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഭീകരത എന്നത് സമാധാനത്തിനും മനുഷ്യ സ്നേഹത്തിനും സഹവർത്തിത്വത്തിൽ ഊന്നിയ സുഖകരമായ ജീവിതത്തിന് വിഘാതം നിൽക്കുന്ന ഏത് നീക്കവുമാണ്. നിങ്ങൾക്കറിയുന്നില്ല, ഇസ്ലാം മതപരമായ വിഷയങ്ങളിൽ പോലും ആവശ്യമില്ലാത്ത ഒരു നിലപാടും സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. സത്യവിശ്വാസികളെ ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും തീവ്രമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നിരന്തരമായി നാം പ്രസംഗങ്ങളിൽ കേട്ടുവരുന്ന പ്രവാചകന്റെ ശിഷ്യന്മാരുടെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട നബി തിരുമേനിയുടെ പരാമർശം. ഞാൻ എന്നും എല്ലാ പകലും നോമ്പനുഷ്ഠിക്കുമെന്നും എല്ലാ രാത്രിയും നിശാ നമസ്കാരം നിർവഹിക്കുമെന്നും ഞാൻ വിവാഹം കഴിക്കാതെ ശുദ്ധമായ ബ്രഹ്മചര്യത്തിൽ അള്ളാഹുവിനെ ധ്യാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമൊക്കെ പ്രഖ്യാപിച്ചു പോയ സ്വഹാബിമാരെ ശകാരിച്ചുകൊണ്ടും അവരുടെ തീരുമാനം തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ശഠിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഇതാ. ഇവിടെ കല്യാണമുണ്ട്, ദാമ്പത്യമുണ്ട്, ജീവിതമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉറക്കമില്ലാത്ത നാളുകളും ഉറങ്ങിക്കഴിയുന്ന രാത്രികളും എല്ലാമുണ്ട്, നോമ്പ് പിടിക്കാത്ത ദിവസങ്ങളും വ്രതം ഉള്ള ദിവസങ്ങളും എല്ലാം നമുക്കൊപ്പമുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തിനും സമ്പ്രദായത്തിനും അപ്പുറമാണ് എന്റെ മാർഗവും എന്റെ പാതയും ഉള്ളതെന്ന് ഒരാൾ കരുതി തീരുമാനിച്ച് അതിന്റെ പിറകെ പോകുന്നുവെങ്കിൽ അയാൾക്ക് നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് ബിൻ ലാദൻ നമുക്കൊരു വിഷയമല്ല, സദ്ദാം നമുക്കൊരു പ്രശ്നമല്ല. ലോകത്ത് ഏത് രാജ്യമോ ഏത് ഭരണാധികാരിയോ ഏത് മുസ്ലിം നേതാവോ ഏത് ആത്മീയാചാര്യനോ അങ്ങനെ ഒന്നും നമുക്കില്ലതാനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു ആത്മീയ ആചാര്യനില്ല. അങ്ങനെ ഒരാത്മീയ ആചാര്യനോ എന്ത് പറയട്ടെ, നമുക്കത് പ്രശ്നമല്ല. ഇസ്ലാം എന്ത് പറയുന്നു എന്നിടത്ത് നമ്മൾ നിൽക്കും, ഇസ്ലാം എന്ത് അനുശാസിക്കുന്നു എന്ന് നമ്മൾ സ്വീകരിക്കും, കൈക്കൊള്ളും. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയും. ഇസ്ലാം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. അൽ വസതിയ്യത്തു വൽ ഇഅ്തിദാൽ, ഇത് മുസ്ലിംകളുടെ മുഖമുദ്രയാണ്. അവരുടെ വിശ്വാസത്തിന്റെ, അവരുടെ അനുഷ്ഠാനത്തിന്റെ, അവരുടെ ആരാധനാ രീതികളുടെ, അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ എല്ലാം മുഖമുദ്ര ഇതാണ്. അൽ വസതിയ്യ, മിതത്വം, വൽ ഇഅ്തിദാൽ, മധ്യമ നിലപാട്. ആ മധ്യമ നിലപാട് എപ്പോൾ വിശ്വാസത്തിൽ നാം കൈയൊഴിക്കുന്നുവോ, ജീവിത രംഗത്തും രാഷ്ട്രീയ രംഗത്തും നാം ഉപേക്ഷിക്കുന്നുവോ, സാമൂഹ്യ രംഗത്ത് അന്യമതസ്ഥരോട് അന്യ സഹോദര സമുദായങ്ങളോട് നമ്മൾ അനുവർത്തിക്കുന്നുവോ, അപ്പോൾ ഇസ്ലാമിന് നഷ്ടം വരുത്തിക്കൊണ്ടും നമ്മുടെ ഇസ്ലാമിനെ ബലി കഴിച്ചുകൊണ്ടുമല്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി തീവ്രവാദം എന്ന പദവും എന്ന് കേൾക്കുമ്പോ തന്നെ, ഈ കേരളം എന്ന് കേൾക്കുമ്പോ മലയാളികൾക്കുണ്ടാകുന്ന ഒരു വിചാരമുണ്ട് എന്നതുപോലെ തീവ്രവാദം എന്ന് കേൾക്കുമ്പോ തന്നെ അത് നമുക്കിട്ട് വെച്ചതാണല്ലോ, നമ്മൾ ഉദ്ദേശിച്ചതാണല്ലോ, അങ്ങനെ മുസ്ലിങ്ങൾ കരുതേണ്ടതില്ല. മുസ്ലിങ്ങൾ അങ്ങനെ കരുതേണ്ടതില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. മുസ്ലിങ്ങൾ അവർ ഒരു ക്ഷമാപണ മനസ്ഥിതിയോടുകൂടി ജീവിക്കുകയും അവർ ഞങ്ങൾ തീവ്രവാദികളാണോ എന്ന് സ്വയം ശങ്കിക്കുകയും, പക്ഷെ എന്നാലും തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭീതിയുണ്ട്. ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ അതിന് പത്രങ്ങളും മാധ്യമങ്ങളും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ഒരു ഇമേജ് ഉണ്ട്, ഒരു പ്രതിച്ഛായ.
ഒരു വമ്പൻ തലേക്കെട്ടും നെഞ്ച് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു താടിയും പിന്നെ മുട്ടിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്ത്രീകളുടെ നമസ്കാര കുപ്പായം പോലുള്ള ഒരു വേഷവും, ഇതൊക്കെയാണ് തീവ്രവാദത്തിന്റെ വേഷമുദ്രകളായി ലോകത്ത് പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ബിൻലാദിന് മുൻപും ബിൻലാദിന് ശേഷവും, സെപ്റ്റംബർ 11 മുമ്പും ശേഷവുമെല്ലാം അത്തരമൊരു പ്രതിച്ഛായ ലോകത്ത് വളരെ വ്യാപകമായി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു പോരുകയും ചെയ്യുന്നുണ്ട്. ഒന്നുറപ്പാണ്, ചരിത്രത്തിൽ പഴയ കാലത്തേതിനേക്കാൾ ഒരുപക്ഷെ ആസൂത്രിതമായും ശാസ്ത്രീയമായും സംഘടിതമായും ആഗോള ഗൂഢാലോചനയുടെ ഫലമായുമെല്ലാം ഒരു മുസ്ലിം വിരുദ്ധ തരംഗം ലോകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം, ഇന്ത്യ രാജ്യത്തുൾപ്പെടെ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ വർഗീയവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരിക്കലും മുസ്ലിങ്ങൾ വിചാരിച്ചുകൂടാത്തതാണ്. അത് മുസ്ലിങ്ങൾക്കുണ്ടായ ഒരു കുഴപ്പം. ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു കാര്യം പറയാം. എന്നോടൊരു സഹോദരൻ വിളിച്ചൊരു സംശയം ചോദിച്ചതാണ്. സംശയം ഇതാണ്: അള്ളാഹുവിന്റെ പ്രവാചകൻ അമുസ്ലിമായ ഒരു സഹോദരി അസുഖമായി വീട്ടിൽ കിടന്നിട്ട് ആ അസുഖമായി കിടക്കുന്ന സഹോദരിയുടെ അടുക്കൽ പോയി അവരുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അല്ലേ? ഞാൻ പറഞ്ഞു, ശരിയാണെങ്കിൽ, ശരിയാണ് എന്ന് വിചാരിക്കുക എങ്കിൽ, ശരിയാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? രോഗിയായ ഒരാൾക്ക് വേണ്ടി, ഒരു അമുസ്ലിം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്ത അത്ര കടുപ്പമുള്ളതാണോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ്? അല്ല. ഒരു ജൂത സ്ത്രീ ആയിരുന്നു അതെന്ന് പറയുമ്പോ ആ ജൂത സ്ത്രീ ഇസ്ലാമിന്റെ ശത്രു വിഭാഗത്തിൽ പെട്ടതാണെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അവരുടെ അസുഖം മാറാൻ വേണ്ടി നബി തിരുമേനി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ, പ്രാർത്ഥിച്ചാൽ ഫലം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കുടമയല്ലോ നബി തിരുമേനി. അതുകൊണ്ട് അവർക്ക് വേണ്ടി നബി തിരുമേനി പ്രാർത്ഥിച്ചിരിക്കാൻ സാധ്യതയില്ല. അതിന്റെ സനത് പരിശോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു. സനത് ഏതിന്റെയും പരിശോധിക്കണം. പക്ഷേ നിങ്ങളുടെ ഈ ചിന്തയിലും ചോദ്യത്തിലും ചെറിയൊരു അപകടം പതിയിരിപ്പുണ്ട്. അതെന്താ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ശത്രു നമ്മുടേത് ആരാണെന്ന് വിചാരിക്കട്ടെ. നമ്മളിങ്ങനെ ശത്രുവിനെ പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപിച്ച ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതിന്റെ മാർഗങ്ങളും ഉപായങ്ങളും ആരാഞ്ഞ് ക്ഷീണിക്കുകയാണ്. കടുത്ത യാതനകളിലൂടെ കടന്നു വന്ന പ്രവാചകന്റെ ജീവിതത്തിൽ മദീനയിലെ സ്വൈര ജീവിതം തുടങ്ങുമ്പോ നബി തിരുമേനി ആദ്യമായി കരാറിൽ ഒപ്പിട്ടത് അവിടുത്തെ ബനു നളീർ, ബനു ഖൈനുഖ, ബനു ഖുറൈള എന്ന് പ്രബലങ്ങളായ 3 ജൂതഗോത്രങ്ങളുടെ നേതാക്കളുമായിട്ടാണ്. ഒരു പൊളിറ്റിക്കൽ അലയൻസ്, ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു പൊളിറ്റിക്കൽ ട്രീറ്റി, രാഷ്ട്രീയമായ ഒരു ധാരണ, രാഷ്ട്രീയമായ ഒരു സഖ്യം, രാഷ്ട്രീയമായ ഒരു കരാർ. നബി തിരുമേനിയുടെ ജീവിതത്തിലെ നിർണായകമായ ഈ കരാറിൽ പ്രവാചകൻ മദീനയിൽ ചെന്നപാടെ ഒപ്പിടുന്നത് നമ്മൾ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന നിലക്കാണ്. അതിനാരും എവിടേക്കും മതം മാറിയിട്ട് വേണ്ട. ഇസ്ലാമിലേക്ക് മതം മാറണം, അല്ലെങ്കിൽ അപകടമാണ് എന്നാ ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നത് എന്ന് വർഗീയവാദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തുരുതുര എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വർഗീയവാദികൾ മതം മാറണം, മതം മാറിയില്ലെങ്കിൽ അത് അപകടമാണ്, മതം മാറണ്ട. അങ്ങേയറ്റം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച ആളുകളെ മുർത്തദ്ദിനെ കൊല്ലുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. മുർത്തദ്ദിനെ കൊല്ലുക ഇസ്ലാമിന്റെ തീവ്രവാദപരമായ നിലപാടുകളിൽ ഒന്നായി എന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരോപിച്ചു വരുന്ന ഒരു കാര്യം. ഒരൊറ്റ ആളെയും കൊന്നിട്ടില്ല. ഇസ്ലാമിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ നാളെ മുതൽ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ഒരാളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിട്ടില്ല. ചരിത്രത്തിൽ അത്തരം ഒരു സംഭവം തെളിയിക്കുക സാധ്യമേ അല്ല. പിന്നെന്താ പ്രശ്നം? ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുക, പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഒരുപക്ഷെ മുസ്ലിങ്ങൾ തന്നെ അതങ്ങ് തലയാട്ടി സമ്മതിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിക്ക് അയാളുടെ മതപരമായ സ്വാതന്ത്ര്യത്തെ വകവെച്ച് കിട്ടേണ്ടത്, മതപരമായ അയാളുടെ അവകാശത്തെ നിലനിർത്തി ലഭിക്കേണ്ടത് അയാളുടെ മൗലികമായ ഒരാവശ്യമായി ഇസ്ലാം വകവെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ
മറ്റ് മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നോളൂ, ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പോയാൽ അവനെ കൊന്നുകളയും. ഇല്ല, ഇസ്ലാമിൽ നിന്നൊരാൾ പോയി എന്നതുകൊണ്ടല്ല കൊല്ലുന്നത്. കൊന്നിട്ടുണ്ട്, അത് രാജിവെച്ചത് കൊണ്ടല്ല. ഇസ്ലാം എന്ന ഈ മഹത്തായ പരലോകാധിഷ്ഠിതമായ മതത്തെ ഉപേക്ഷിച്ചു എന്ന പേര് പറഞ്ഞിട്ടല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ രഹസ്യം, മുസ്ലിങ്ങളുടെ സൈനികമായ രഹസ്യങ്ങൾ അത് ചോർത്തിയതിന്, അവരുടെ മാനം കളങ്കപ്പെടുത്തിയതിന്, രാജ്യത്തിന്റെ ഭദ്രതയെ തകർത്തതിന്, ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ അപായപ്പെടുത്തിയതിന് ഇന്നും ആധുനിക സമൂഹങ്ങളെല്ലാം ഈ മേൽപ്പറഞ്ഞ സംഗതികളെ ഏറ്റവും വലിയ പാതകമായിട്ടാണ് ലോകത്തെ എല്ലാ ഭരണഘടനകളിലും എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇസ്ലാമിന്റെ പേരിൽ മാത്രം കുതിര കയറേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ നിന്നൊരാൾ പോയി എന്നതുകൊണ്ട് കൊല്ലപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് തിരുത്തപ്പെടേണ്ട ഒരു ധാരണയാണ് എന്ന് നിലക്ക് തന്നെ ശക്തമായി സൂചിപ്പിക്കാം. നമുക്ക് നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ചുറ്റുപാടുകളിൽ വളർന്നു വന്ന തീവ്രവാദത്തിന്റെ വേരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ, അതിലെ അഴുക്കുകളെ കണ്ടെത്താൻ ശ്രമിക്കാം. ഇന്ത്യയിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതം 1947 ഉടനെ തന്നെ രക്തരൂക്ഷിതമായ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായി. 10,000-കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. ഇപ്പോഴല്ല, ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിലുമല്ല, 1947 ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്നുകൊണ്ട് തന്നെ ഒരുപാട് പാകിസ്ഥാനികൾ, ഒരുപാട് ഇന്ത്യക്കാർ ഇപ്പോൾ പാകിസ്ഥാൻ, ഇന്ത്യ എന്ന വേറിട്ട രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പാർക്കുന്നിടത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള വെമ്പലിന്റെ ആ യാത്രക്കിടയിൽ കൊല്ലപ്പെട്ടു പോയി. നമ്മുടെ കാരണവന്മാർക്ക് ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്കറിയാവുന്ന രാഷ്ട്രീയമായ ഭാരതീയ ചരിത്രമാണിത്. 10,000-കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. അനാവശ്യമായ വികാര വായ്പിന്റെ പേരിലോ അപ്രതിഹതമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പേരിലോ ഒക്കെ ഇത് ശരിയും തെറ്റുമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഓ, അതാകാം, അങ്ങനെ ആയിക്കോട്ടെ. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ഒരാളെയും നേരത്തെ പറഞ്ഞ കൊച്ചുകുട്ടികളെ മാത്രമല്ല, സ്ത്രീകളെയും വൃദ്ധരെയും വികലാംഗരെയും സാധാരണക്കാരെയും മാത്രമല്ല, ഒരാളെയും യുദ്ധക്കളത്തിൽ വെച്ച് പോലും, അതല്ലേ ആലോചിക്കേണ്ടത്, യുദ്ധക്കളത്തിൽ വെച്ച് പോലും ഒരാളെയും അനർഹമായി കൊല്ലുന്നത് ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഉദാഹരിക്കാമോ? ഉദാഹരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അയാളെ കൊന്നു. ആരെ? അല്ല, യുദ്ധത്തില് ഞാൻ അയാളുടെ നേർക്ക് വാളോങ്ങിയതാ വെട്ടാൻ. അവന്റെ കയ്യിലുള്ള വാള് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോ ഞാൻ അവനെ വെട്ടാൻ വാളോങ്ങിയതാ. അപ്പൊ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അവനെ കൊന്നു. എന്റെ വാളിനെ പേടിച്ച് മരണം വരുമെന്ന് ഭീതി മൂത്തപ്പോ അവൻ പറഞ്ഞു പോയ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഞാൻ വില വെച്ചില്ല, ഞാൻ കൊന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മഹാപരാധമാണ് നീ ആ ചെയ്തത്. യുദ്ധക്കളത്തിൽ വെച്ച് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കൊരാൾ ഉച്ചരിച്ചാൽ അവരെ കൊല്ലാൻ നിനക്ക് അധികാരം തന്നത് ആര്? ഫമാ ഉമിർതു അൻ അബ്ഖുറ ബുതൂനൻ നാസ് വ അൻ അശുഖ സുദൂറഹും. ആളുകളുടെ നെഞ്ചു കീറാനോ അവരുടെ വയറ് പിളർന്ന് അതിന്റെ അകത്തിരിക്കുന്നത് എന്ത്, അവരുടെ മനോഭാവം എന്താണ്, ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാനോ എന്നോട് പോലും കൽപ്പിച്ചില്ല സുഹൃത്തെ അല്ലാഹു. പിന്നെ നിന്നോട് ആര് പറഞ്ഞു ഇത്? നീ കൊന്നത് മഹാപരാധമാണ്, നീ പശ്ചാത്തപിക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഇതാ യുദ്ധക്കളത്തിൽ വെച്ച് പോലും ഇത് പറഞ്ഞാൽ, യുദ്ധക്കളത്തിൽ വെച്ച് പോലും ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഒരാളെ ദ്രോഹിക്കുന്നതിനോ ശിക്ഷിക്കുന്നതിനോ അയാളെ കൊല്ലുന്നതിനോ ഒക്കെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. പ്രതിരോധത്തിന്റെയും തിരിച്ചടിയുടെയും പേരിൽ കൊലപാതകം അനുവദിക്കാത്ത മതമോ കൊലപാതകം അനുവദിക്കാത്ത ദർശനങ്ങളോ രാഷ്ട്രീയ ഭരണകൂടങ്ങളോ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനങ്ങളോ ലോകത്തെ ആധുനിക സമൂഹത്തിൽ പോലും എവിടെയും നിലനിൽക്കുന്നില്ല. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം അഥവാ പ്രതിരോധത്തിന്റെ, ചെറുത്തുനിൽപ്പിന്റെ, തിരിച്ചടിയുടെ, ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കൊലപാതകം അനുവദിക്കാത്ത ഒരു ഭരണഘടനയും ലോകത്തില്ല. അപ്പോൾ പിന്നെ എന്തിനെയാണ് ഇസ്ലാം എതിർക്കുന്നത്?
ഏതാണ് ഇസ്ലാം തെറ്റായി വിലയിരുത്തുന്നത്? ഏത് വാദമാണ് ഇസ്ലാമിൽ തീവ്രവാദം? മിതവും മതവും ആയിട്ടുള്ള എന്താണോ മിതം, ഏതാണോ മതം, അത് മാത്രമാണ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതും അള്ളാഹുവിന്റെ പ്രവാചകനാൽ സമ്മതിക്കപ്പെട്ടു പോരുന്നത്. അങ്ങനെ മിതമല്ലാത്തത്, അമിതമായത്, അത് തീവ്രവാദമാണ്. അതിമിതമാണോ? അതും തീവ്രവാദമാണ്. അതിമിതം അതെന്താ അങ്ങനെ? അതൊന്നും വേണ്ട. ചേകന്നൂർ പറഞ്ഞതുപോലെ നിസ്കാരോ അത് എഴുന്നേൽക്കുമ്പോ മതി. എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പ മതി. അത് മതപരമായ തീവ്രവാദമാണ്. ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്നതിന്റെ മറുവശമാണ്. നിസ്കാരോ അതിന്ന് വിടാനേ പാടില്ല. അത് ഒഴിക്കാനേ പാടില്ല. എപ്പോഴും ഒന്നും ഉണ്ടായിരിക്കണം, എപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കണം എന്നതാണോ ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്നതിന്റെ ഭാഗമായി അതും വരും. അപ്പൊ മതരംഗത്തും ഭൗതികമായ സാമൂഹ്യ ബന്ധങ്ങളിലും സാമുദായികമായ സാഹോദര്യ സൗഹാർദ്ദങ്ങളിലും എല്ലാം മിതത്വവും അമിതത്വവുമുണ്ട്. അവിടെയൊക്കെ മിതവും തീവ്രവുമായ നിലപാടുകളും കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണല്ലോ നമ്മൾ നമ്മുടെ ആവേശം കത്തിച്ചെടുക്കുന്നത്. എങ്കിൽ നബി തിരുമേനിയുടെ ജീവിതം ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്ത ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ ഹനിക്കുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ എടുക്കാൻ വേണ്ടി പാഞ്ഞു നടന്നയാൾ പ്രവാചകന്റെ നെഞ്ചിന്റെ നേർക്ക് അസ്ത്രം ഇങ്ങനെ കുലച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് സ്വഹാബികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ആ മനുഷ്യന്റെ നീക്കം മനസ്സിലാക്കിയ പ്രവാചകൻ അടുത്തു നിൽക്കുന്ന സുഹൃത്തിന്റെ കയ്യിലെ ചരട് കെട്ടിയ ചാട്ടുളി വലിച്ചെടുത്ത് ഉന്നം നോക്കി ബിസ്മി ചൊല്ലി വലിച്ചെറിഞ്ഞ് കൊന്ന ഒരേ ഒരു സംഭവം ഒഴിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതൊരു ജീവൻ എടുത്തിട്ടില്ല. പക്ഷേ ആത്മപ്രതിരോധത്തിന്റെ പേരിലോ ജീവൻ രക്ഷയുടെ പേരിലോ ആരുടെയും ജീവൻ എടുക്കേണ്ടതേയില്ല, എടുക്കാൻ പാടില്ല എന്ന് ലോകത്താരെങ്കിലും പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കത്തക്കവണ്ണമുള്ള പ്രമാണമായി ഈ സംഭവത്തെ ഞാൻ ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാളെ കൊന്നിട്ടുണ്ട്, ഒരേ ഒരാളെ. അത് ഉബയ്യ് ഇബ്നു ഖലഫിനെയാണ്. അത് സഹോദരന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ചാട്ടുളി വാങ്ങി എറിഞ്ഞു കൊന്നതാണ്. ആ ചാട്ടുളി തൊണ്ടക്കുഴിയിൽ തറച്ചു നിന്ന് ഒലിച്ചിറങ്ങിയ ചോര മുഴുവൻ വയറ്റിലേക്ക് ചെന്ന് ആ ശത്രു മരിച്ചു വീണത് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ്. ഞാനിത് പറഞ്ഞത് ശരിയും തെറ്റും വേർതിരിക്കുന്നിടത്ത് ആവേശമോ ആവേശരാഹിത്യമോ ആദർശബോധ്യമോ ആദർശമില്ലായ്മയോ ഒന്നും തടസ്സമാകരുത് എന്ന നിലക്ക് മാത്രമാണ്. ഇസ്ലാം എന്നും മിതമായ നിലപാടിനെ മാത്രമേ സ്വീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ആധുനിക സമൂഹത്തിലാണെങ്കിൽ സദ്ദാം ഹുസൈൻ എന്തൊരു ഭീകരന, കുർദികൾക്കെതിരിൽ എത്രയോ ലക്ഷക്കണക്കിന് കുർദികളെ കൊന്നൊടുക്കിയ യുദ്ധ വീരൻ, കലഹ കൊതിയൻ, രക്തദാഹി, രാഷ്ട്രീയ ഭീകരൻ, അറബ് ലോകത്തെ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ രാക്ഷസൻ ആയിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു രാജ്യത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സദ്ദാം ഹുസൈന്റെ പേരും പറഞ്ഞ് ഇല്ലാത്ത രാസായുധങ്ങളുടെയും ജൈവായുധങ്ങളുടെയും പേര് ചൊല്ലി രാഷ്ട്രാന്തരീയ രംഗത്ത് പാലിക്കപ്പെടേണ്ട മര്യാദകളെ കാറ്റിൽ പറത്തി മറ്റ് പല രാജ്യങ്ങളും പല സന്ദർഭങ്ങളിലും എതിർത്തപ്പോഴും മനുഷ്യവാസം വല്ലാതെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറുകൾ വില വരുന്ന ബോംബിട്ട് ജീവൻ വിലമതിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കി, ആസ്പത്രികളിൽ പോലും ബോംബിട്ട് അമേരിക്ക നടത്തിയ ഇറാഖിലെ തേർവാഴ്ച തീവ്രവാദമാണെന്ന് പറയുന്ന പത്രങ്ങൾ ഇന്ത്യ രാജ്യത്തും ആഗോളതലത്തിലും വളരെ കുറവാണ്. അത് തീവ്രവാദമാണ് എന്ന്. ഇപ്പൊ അമേരിക്കയിലെ ആബട്ടാബാദിൽ ഒളിസങ്കേതത്തിൽ കഴിയുന്ന ബിൻ ലാദിനെ പിടിക്കാൻ പാകിസ്ഥാന്റെ അനുവാദം ഞങ്ങൾക്ക് വേണ്ട. പാകിസ്ഥാനിൽ കഴിയുന്ന ആളെ പിടിക്കാൻ പാകിസ്ഥാനിൽ കഴിയുന്ന താലിബാൻ പോരാളികളെ പിടിക്കാൻ ആ രാജ്യത്തിന്റെ അനുവാദമോ അവരുടെ ശുപാർശയോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന അമേരിക്ക മുഴുവൻ ലോകാന്തര രാജ്യാന്തര നിയമങ്ങളെയും കാറ്റിൽ പറത്തി ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രമായി, ഭീകര രാഷ്ട്രമായി തീർന്നിരിക്കുകയാണ്.
മനുഷ്യവംശത്തിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ അമേരിക്കയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരാളെ പിടിക്കാൻ ചാൾസ് ശോഭരാജ് ഒരുപാട് വർഷങ്ങൾ ഇന്ത്യക്ക് പിടികിട്ടാപ്പുള്ളിയായിരുന്ന ഒരാളാണ് ചാൾസ് ശോഭരാജ്. അയാളെ പിടിക്കാൻ അമേരിക്ക അഭയം നൽകിയതായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും സംഘടനകളുടെ അഭയത്തിൽ കഴിയുന്നതായിട്ടോ ആണ് അയാൾ ഉള്ളതെങ്കിൽ അയാളെ പിടിക്കാൻ ഇന്ത്യയിൽ നിന്നൊരു സംഘം പോയാൽ എങ്ങനെ ഇരിക്കും? അതിന് അമേരിക്ക എങ്ങനെ നോക്കിക്കാണും, വിലയിരുത്തും? അതിനിടയിൽ എന്തെല്ലാം പങ്കപ്പാടും പുകിലും ഉണ്ടാക്കിയെന്നിരിക്കും. ഇവിടെ അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു ലോക വ്യവസ്ഥ, ഒരു ഭീകര തീവ്രവാദ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് വളർന്നു വികസിച്ചു വരികയാണ്. അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സമാധാനം ഇച്ഛിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് എന്നാണ് നമ്മുടെ ശക്തമായ അഭിപ്രായം. അത് RSSനെ സംബന്ധിച്ചും നമുക്കുണ്ട്. അതെന്താ അങ്ങനെ? 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന പേരിലുണ്ടായ RSS ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ രണ്ടാമത്തെ പരമപൂജനീയ ഗുരുജി ഗോൾവാൾക്കർ തന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന കൃതിയിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതികളെ കാണാതെയോ കണ്ടിട്ടും അതിന്റെ നേർക്ക് കണ്ണുകൾ ഇറുകി അടച്ചോ സത്യത്തിന്റെ നേർക്ക് കൊഞ്ഞനം കുത്തിയോ നമ്മളൊരു പുതിയ സമീപനം സ്വീകരിച്ചു കൂടാത്തതാണ്. എന്താ അയാൾ എഴുതി വെച്ചതെന്നോ? ഇന്ത്യൻ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഒരു അധ്യായമുണ്ട് ആ പുസ്തകത്തിൽ. ബഞ്ച് ഓഫ് തോട്ട്സ്, മലയാളത്തിൽ ആ കൃതി ലഭ്യമാണ്, വിചാരധാര എന്ന പേരിൽ. ആ വിചാരധാരയിൽ ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിങ്ങളാണ്, പിന്നത്തെ വെല്ലുവിളി കമ്മ്യൂണിസ്റ്റുകാരാണ്, പിന്നത്തെ വെല്ലുവിളി കത്തോലിക്ക വിഭാഗത്തിലെ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ വിഭജനത്തിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു കൃതിയിൽ എഴുതി വെച്ചിട്ടുള്ള ഇന്ത്യൻ ദേശീയതക്കും മാനവികമായ ഐക്യത്തിന് വിഘാതമായ ഈ വരികൾ വർഗീയമാണെന്നും RSSന്റേതും ഗോൾവാൾക്കറിന്റേതും തീവ്രവാദമാണെന്നും വിളിച്ചു പറയേണ്ട നാവുകൾക്ക് അതിന് കരുത്തില്ലാതെ പോയാൽ അത് വിളിച്ചു പറയാൻ നമ്മൾ മടിക്കയോ പേടിക്കയോ ചെയ്യേണ്ട കാര്യമില്ല. അത് തീവ്രവാദമാണ്. എങ്കിൽ പിന്നെ അത് വിളിച്ചു പറഞ്ഞ RSS പ്രതിനിധാനം അവകാശപ്പെടുന്ന ഹൈന്ദവ സമൂഹം നമുക്ക് ശത്രുക്കളാണോ? ഒരിക്കലുമല്ല. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഹിന്ദുക്കൾ നേപ്പാളിലെ ഹിന്ദുക്കളെക്കാൾ നല്ലവരാണ്. എന്താ അങ്ങനെ പറയുന്നത്? നേപ്പാളിലെ ഹിന്ദുക്കളെക്കാൾ നല്ലവരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പാർക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ ഹിന്ദുക്കൾ പാർക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ പാർക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടെന്നാൽ 110 കോടി ആളുകൾ പാർക്കുന്ന ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷമായി, സെക്യുലറായി, മതേതരമായി ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്നതിന് തെളിവായി 1000 സംഭവങ്ങളെ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രബലവും രാഷ്ട്രീയമായി അതിലേറ്റവും ശക്തിയുള്ളതും വേരുകളുള്ളതുമായ ഒരു കാര്യം പറയട്ടെ. ഇന്ത്യയും പാകിസ്ഥാനും കുറെ മുമ്പ് അഫ്ഗാനിസ്ഥാനും അതിനു മുമ്പ് ഉണ്ടായിരുന്ന സിലോണും എല്ലാം കൂടി ഒന്നിച്ചായിരുന്നല്ലോ പണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചുണ്ടായിരുന്ന കാലത്ത് ഒരു ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല, ബംഗ്ലാദേശ് 1971 പോയതാ, സിലോൺ അതിനു മുമ്പ് പോയതാ, അഫ്ഗാനിസ്ഥാൻ അതിനു മുമ്പ് പോയത്. അങ്ങനെ എല്ലാം കൂടി ഒന്നായിരുന്ന ഒരു കാലമുണ്ട്. ഈ ഒന്നായിരുന്ന കാലത്ത് തന്നെ മാലിക് ബിൻ ദീനാറും കൂട്ടരുമൊക്കെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇസ്ലാം മത പ്രചരണാർത്ഥം നടത്തിയ നീക്കങ്ങളുടെ ഫലമായി മുസ്ലിങ്ങൾ വളർന്നു. അവർ 12 പേരാണ് വന്നത്, വെറും 12 വ്യക്തികൾ. ഇന്ന് ഇന്ത്യയിൽ മതാധിഷ്ഠിത കാനേഷുമാരി ഒരു മതാധിഷ്ഠിത സെൻസസ് പ്രകാരമാണെങ്കിൽ എന്തായിരുന്നാലും ഒരു 15 കോടിയിൽ കുറയാത്ത ഇന്ത്യക്കാർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. 15 കോടിയിൽ കുറയാത്ത ഇന്ത്യൻ മുസ്ലിങ്ങൾ. പുറമെ വിഭജന കാലത്ത് തന്നെ 5 കോടി മുസ്ലിങ്ങളാ പാകിസ്ഥാനിലേക്ക് പോയത്. അവരുടെ മക്കൾ പേരക്കിടാങ്ങളായി വളർന്നു വികസിച്ച പാകിസ്ഥാനി ജനസമൂഹം, സിലോണിലുള്ള മുസ്ലിങ്ങൾ, ഇവരൊക്കെ നിങ്ങൾ ആലോചിക്കണം,
ലോകത്തെ ഏറ്റവും വലിയ ഇന്തോനേഷ്യയെയും മറികടക്കുന്ന മുസ്ലിം ജനസംഖ്യ കൊണ്ട് സമൃദ്ധമായ ഇന്ത്യ പാക് ഭൂഖണ്ഡത്തിന്റെ സ്ഥിതിവിശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്തോനേഷ്യ ഇപ്പൊ രണ്ടാമതേ വരുള്ളൂ. അവിടെ ഹിന്ദുക്കൾ നല്ലവരായതുകൊണ്ട്, അവരുടെ സഹിഷ്ണുത കൊണ്ട്, അവർ ടോളറന്റ് ആയതുകൊണ്ട്, അവർ മറ്റുള്ളവരെ സ്വീകരിക്കാൻ മടിയില്ലാത്തവരായതുകൊണ്ട്, മറ്റ് മതസമൂഹങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് വേറെ ഒരു പ്രയാസവും ഇല്ലാതിരുന്നത് കൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം ജനവിഭാഗം വർദ്ധിച്ചു വന്നു. 12 കോടി ആളുകളായി, 15 കോടി ആളുകളായി, പാകിസ്ഥാൻ ഉൾപ്പെടെ 10-20 കോടിയിൽ പരം ആളുകളായി അത് വളർന്നുവെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ ഹിന്ദുക്കൾ നല്ലവരാണ്, വളരെ നല്ലവർ. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ISM-ന്റെ ദാവാസ് കോഡ് പോയപ്പോഴും, KNM-ന്റെ ദാവാസ് കോഡ് പോയപ്പോഴും നമ്മൾ എത്രയോ അമുസ്ലിം വീടുകളിൽ കയറി. ഒരുപക്ഷെ പല മുസ്ലിങ്ങളെക്കാളും നമ്മളോട് വളരെ അന്തസ്സായും മാന്യമായും സംവദിച്ചത്, ഇസ്ലാമികമായ വിഷയങ്ങളെ കുറിച്ച് കേൾക്കാൻ താല്പര്യം കാണിച്ചത്, സഹിഷ്ണുതയോടുകൂടി നമ്മുടെ സംസാരത്തിന് കാതോർത്തത് നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? ആലോചിക്കണം. ഇത് നമ്മുടെ ഒരു 2 ആഴ്ച 3 ആഴ്ചക്ക് ഇപ്പുറമുള്ള അനുഭവമാണ്, അനുഭവ സാക്ഷ്യങ്ങൾ. ഈ രാജ്യത്തിലെ അമുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളോ മിത്രങ്ങളോ? എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ്. എലിയെ പേടിച്ച് ഇല്ലം ചുടാൻ പാടില്ലെന്ന പോലെ ന്യൂനപക്ഷമായ ഏതെങ്കിലും കുറച്ച് ഹിന്ദു വർഗീയവാദികളെ വിചാരിച്ചിട്ടോ അവരെ കണക്കിലെടുത്തിട്ടോ ഈ രാജ്യത്ത് പാർക്കുന്ന മുഴുവൻ ഹിന്ദുക്കളും തീവ്രവാദികളാണ് എന്ന് കരുതുന്നതിലോ മുദ്ര കുത്തുന്നതിലോ അർത്ഥമില്ല. അത് ഇസ്ലാമിക തീവ്രവാദമാണ്. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി നിരപരാധരായ ഈ രാജ്യത്തെ എല്ലാവർക്കുമെതിരെ പടയോട്ടം നടത്താനുള്ള നീക്കം, അത് തീവ്രവാദമാണ്. RSS-നെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ പണ്ട് ISS ഉണ്ടായപ്പോ ആ ISS തീവ്രവാദമാണെന്നും തീവ്രവാദത്തിനെതിരെയാണ് ഇസ്ലാം നിലകൊള്ളുന്നതെന്നും ഈ ലോകത്തെ മുഴുവൻ ആളുകളും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അനുയായികളായ നമുക്ക് ഇന്നും ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കും, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും മിതവാദികളാണ്. 140 നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയും ഒരു RSS-കാരനെയോ ഒരു BJP-യെയോ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കാതിരുന്നവർ ഹിന്ദുക്കളാണ്. ആലോചിച്ച് നോക്ക്. ഹിന്ദുക്കളാ ഈ രാജ്യത്തെ ഈഴവരാ, ഈ രാജ്യത്തെ നായന്മാരാ, ഈ രാജ്യത്തെ പഞ്ചമന്മാരെന്നോ SC/ST വിഭാഗക്കാരെന്നോ പറയുന്ന ആളുകളാ. അവർ നല്ലവരാ. എന്തേ അത്? ഈ രാജ്യത്തെ വർഗീയവാദികള് ആരാ? ഇവിടുത്തെ RSS-കാർ. അവർക്ക് നിയമസഭയിൽ ഇന്നോളം ഒരിടം കണ്ടെത്താൻ, ഒരു ചെയർ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാ അതിന്റെ പിറകിൽ? ഏതാണ്ട് 3 കോടിയിൽ പരം വരുന്ന, 3 കോടി 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ അമുസ്ലിങ്ങളായ ആളുകളാണ്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അവരിലേക്കാണ് പോകുന്നത്. അതെത്രത്തോളം മുസ്ലിങ്ങളിൽ തീവ്രവാദപരമായ നിലപാടുകളും ചില സമീപനങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടി ആ സമീപനം ഹിന്ദുക്കൾ കൈയൊഴിച്ചില്ലെന്നത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളെ മഹത്വവൽക്കരിക്കാൻ, അവരുടെ നന്മയെ അംഗീകരിക്കുവാൻ ഉള്ള സന്ദർഭമായി വ്യക്തിപരമായി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ നല്ലവരാണ്. അവർ ഈ RSS-നൊന്നും വിലവെച്ചിട്ടില്ല. അവർ ഈ BJP-യെ പരിഗണിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ BJP-ക്ക് ഒരൽപ്പം വോട്ട് കൊടുത്ത് അധികാരത്തിലേറ്റിയെങ്കിൽ ഞാൻ പറയട്ടെ, BJP വിരുദ്ധ രാഷ്ട്രീയ സഖ്യത്തെ, NDA വിരുദ്ധ UPA സഖ്യത്തെ രണ്ടാമതും അധികാരത്തിൽ തുടർച്ചയായി വാഴിക്കുന്ന പാരമ്പര്യം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട അതേ ഭാരതത്തിന്റെ മണ്ണിൽ രൂപം കൊണ്ട, ഉരുവം പൂണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്തതാണ്. ഇല്ലേ? തുടർച്ചയായി 10 കൊല്ലം BJP-ക്കാർ ടു കീപ് BJP ഔട്ട് ഓഫ് പവർ, BJP-യെ രാഷ്ട്രീയ ഗോതയ്ക്കും വേദിക്കും പുറത്തിരുത്താൻ അവർ വോട്ട് ചെയ്തുവെങ്കിൽ തീർച്ചയായും അത് വിലമതിക്കപ്പെടേണ്ട രാഷ്ട്രീയ സംസ്കാരമാണ് എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലാകട്ടെ അവർക്ക് ഇരിപ്പിടമേ ഉണ്ടായിട്ടില്ല ഇന്നേവരെ. ഇത്തവണ ആളുകൾ പേടിച്ചിരിക്കുകയായിരുന്നു, ഇത്തവണയുമില്ല.
വോട്ടിംഗ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഭീതിതമായ, രാഷ്ട്രീയമായി ഭീഷണമായ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ പറയുകയാണ്, ഇന്ത്യയിലെയും കേരളത്തിലെയും അമുസ്ലിങ്ങൾ നല്ലവരാണ്. ഇസ്ലാം എന്ന സംസ്കാരത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളിൽ തീവ്രവാദത്തെ എതിർത്തു പോന്ന നല്ലവരായ മുഴുവൻ പേരുടെയും നിലപാടുകളെ അംഗീകരിച്ചതിന്റെ, അത് സമ്മതിച്ചതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്. അതായത് ISS ആദ്യം എതിർത്ത ആരാ? ISS ആദ്യം എതിർത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇസ്ലാം തീവ്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് 925 തുടങ്ങിയ RSS എതിർക്കാൻ മിലിറ്റന്റായി, സൈനികമായി സംഘടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവ്രവാദ നീക്കത്തെ ചെറുത്ത് അതിന് ഉപോദ്ബലകമായി തീവ്രവാദം പ്രചരിപ്പിക്കാനുള്ള മറയായി, അതിന് പ്രമാണമായി ഉന്നയിക്കുന്ന, ഉദ്ധരിക്കുന്ന ആയത്തുകളും പ്രവാചക വചനങ്ങളും ഒക്കെ ദുർവ്യാഖ്യാന കൽപ്പിതമാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. അതുകൊണ്ട് ഇന്നും നമുക്ക് പറയാൻ സാധിക്കും, ഇപ്പോഴും നമ്മൾ പറയണത് എന്താണെന്നറിയോ? ബിൻ ലാദൻ ഈസ് അവർ ഹീറോ. ബിൻ ലാദൻ ഞങ്ങളുടെ ഹീറോ ആണ്. അല്ല, ബിൻ ലാദൻ നമുക്ക് ഹീറോ അല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിൻ ലാദനെ പോലെയുള്ള ആരും നമുക്ക് ഹീറോ അല്ല. നമുക്ക് ഹീറോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. ബിൻ ലാദന്റെ ഫോട്ടോ കണ്ട്, അദ്ദേഹത്തിന്റെ ചെഞ്ചോര ചുണ്ട് കണ്ട്, അദ്ദേഹത്തിന്റെ നിറഞ്ഞ താടി കണ്ട്, സമൃദ്ധമായ അദ്ദേഹത്തിന്റെ തലേക്കെട്ട് കണ്ടിട്ട് ഓ എന്തൊരു ഈമാൻ നിറഞ്ഞ മുഖം എന്നിങ്ങനെ പറയുന്ന ഒത്തിരി ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബിൻ ലാദൻ നമ്മുടെ ഹീറോ അല്ല. അദ്ദേഹം ഒരു സൗദി ഡിസിഡന്റ്, രാഷ്ട്രീയമായ ഒരു സൗദി രാഷ്ട്രീയ വിമതൻ. അതിലപ്പുറം ലോകത്ത് നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ വേദനയില്ലാത്ത ഒരാൾ. നമ്മളയാൾക്ക് പതിച്ചു നൽകുന്ന പ്രതിച്ഛായ അതാ, നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ മനസ്സിൽ വേദനയില്ലാത്ത ഒരാൾ. അങ്ങനെ ചാവേറുകളെ ഇന്റർനെറ്റിലൂടെ ആഹ്വാനം ചെയ്ത് ഇളക്കിവിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കും ഫലസ്തീനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ ആകർഷിക്കുന്ന ഒരാൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിന് ആര് ആക്കം കൂട്ടിയാലും അത് തീവ്രവാദം തന്നെയാണ്. ബിൻ ലാദന്റെ മുഴുവൻ നിലപാടുകളെയും ശരിയെന്നോ അദ്ദേഹം എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റെന്നോ പറയുകയല്ല ഈ സംസാര പരാമർശത്തിന്റെ താല്പര്യം. പക്ഷേ ഇസ്ലാം സത്യവിരുദ്ധമായ നിലപാടുകൾക്കൊക്കെ എതിരാണ്. അതിന്റെ പ്രതിച്ഛായ, അതിന് ലഭിച്ച ദൈവികമായ മുദ്ര, ഇസ്ലാം എന്ന സമാധാനത്തിന്റെ ആ പരിവേഷം നഷ്ടപ്പെടുത്തുന്ന ഏത് സമീപനത്തിനും തീർച്ചയായും മുസ്ലിങ്ങളും ഇസ്ലാമും എതിരാണ്. അപ്പോ ഞാൻ കുറച്ചുകൂടി സമറൈസ് ചെയ്യാം. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമാണ്. എന്ത് വിചാരിച്ചാലും ലോകത്തെ ഏത് രാജ്യത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുന്ന യജമാന റോളിലാണ് അമേരിക്ക പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, പി ചിദംബരത്തെ കൊണ്ട് പറയിപ്പിക്കും, ജിഹാദികൾ എന്ന പേര് പത്രക്കാരെ കൊണ്ട് വിളിപ്പിക്കും. ജിഹാദീസ് മോശം പ്രതിച്ഛായ, അമുസ്ലിങ്ങളെ മുഴുവൻ വകവരുത്തുന്നവർക്ക് പറഞ്ഞു വെച്ച പദമാണ്, പ്രയോഗമാണ് ജിഹാദികൾ എന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ജിഹാദികളല്ല. അഥവാ മുസ്ലിങ്ങൾ ജിഹാദികളാണെങ്കിൽ അത് ധർമ്മസമരത്തിന്റെ പാതയിൽ മാത്രമാണ്. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, സമവായത്തിന്റെ, സമന്വയത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സമാധാനത്തിന്റെ വേദിയിൽ മാത്രമാണ് ഇസ്ലാം അതിന്റെ ജിഹാദി വീര്യം പുറത്തെടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരേ ഒരു അവസ്ഥയുള്ളൂ, മൂന്നാമതൊരു വഴിയില്ല. അത് പാളയത്തിൽ, യുദ്ധപ്പാളയത്തിൽ വെച്ച്, യുദ്ധക്കളത്തിൽ വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളെ കൃത്യമായി ലൈൻ വരച്ച് ഇന്നൊക്കെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് അവരെ മാത്രം ലാക്കാക്കുന്ന സമീപനമാണ് ഇസ്ലാമിൻ്റെത്. അതിനും അപ്പുറം മൂന്നാമത്തെ ഒരു വഴിയോ സമീപനമോ ഇസ്ലാം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ബിൻ ലാദൻ, ഞാനിത് പറയുന്നത് ബിൻ ലാദൻ ഒരു ഹീറോ ആണ് എന്നാരും കരുതണ്ട. ബിൻ ലാദൻ നമുക്ക് ഹീറോ അല്ല. ഈ തീവ്രവാദ സമീപനങ്ങൾക്ക് ലോകത്തെമ്പാടും ആവേശകരമായ ഇന്ധനം നൽകി വളർത്തിക്കൊണ്ടുവന്ന
അതിന്റെ പിറകിലുള്ള ആളുകൾ അറിയപ്പെടാതെ പോകുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ഞാൻ അത് പറയുമ്പോ നിങ്ങളിൽ ആരെങ്കിലും ഞെട്ടണ്ട. ലോകത്ത് ഇന്ന് കാണുന്ന മിക്കവാറും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെന്താ അങ്ങനെ ആണ്? മൗദൂദിയൻ കാഴ്ചപ്പാട്. ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് സൈദ്ധാന്തികമായി പടച്ചുവിട്ട ആശയങ്ങൾ. ഇസ്ലാം ഉണ്ടായത് രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയാണെന്നും പ്രവാചകന്മാർ വന്നത് ആ രാഷ്ട്രമുണ്ടാക്കുക എന്ന ലക്ഷ്യസാധ്യത്തിന് വേണ്ടിയാണെന്നും ഇസ്ലാം ആരാധനാകർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിർദ്ദേശിച്ചതും മുന്നോട്ട് വെച്ചതും പോലും ആ മഹത്തായ ലക്ഷ്യസാധ്യത്തിന് വേണ്ടിയാണെന്നുമെല്ലാം സിദ്ധാന്തിച്ച മൗദൂദിയും ഈജിപ്തിന്റെയും സിറിയയുടെയും ഒക്കെ മണ്ണിൽ ഈ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ബ്രദർഹുഡ് എന്ന പ്രസ്ഥാനവും ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബും മുഹമ്മദ് കുത്തുബും ഇവരൊക്കെയാണ് ലോകത്ത് തീവ്രവാദ ആശയങ്ങൾക്ക് ഇസ്ലാമികമായ സൈദ്ധാന്തിക അടിത്തറയുണ്ട് എന്ന് സ്ഥാപിക്കാൻ മിനക്കെട്ടത്. ഇസ്ലാമിൽ തീവ്രവാദത്തിന് സൈദ്ധാന്തിക അടിത്തറൊന്നുമില്ല. മതപരമോ മാന്യമോ മനുഷ്യത്വപരമോ അന്തസ്സുള്ളതോ അല്ലാത്ത നിഗൂഢമായ അജണ്ടകളോ രഹസ്യമായ പോളിസി പ്രോഗ്രാമുകളോ വെച്ച് പ്രവർത്തിക്കുന്ന ഒന്നും വാസ്തവത്തിൽ ഇസ്ലാമിലില്ല. എന്നാൽ ലിബിയയിൽ, ഈജിപ്തിൽ, സിറിയയിൽ, സുഡാനിൽ, ഇന്ന് സൗദി അറേബ്യയിൽ, കുവൈത്തിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ, UAE-യിൽ, അങ്ങനെ എല്ലാ രാജ്യത്തും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായിരുന്ന മൗലാന മൗദൂദി സാഹിബ് രചിച്ചും പടച്ചും വിട്ട തീവ്രവാദപരമായ ജിഹാദി ആശയങ്ങളെ ഏറ്റെടുത്ത് തീവ്രവാദ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ അന്നും അദ്ദേഹത്തിന്റെ ജീവിച്ച കാലത്തും അദ്ദേഹത്തിന്റെ കാലശേഷവും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധ, അത് സൗദി അറേബ്യയിലാകട്ടെ, കുവൈത്തിലാകട്ടെ, ഖത്തറിലാകട്ടെ, ബഹ്റൈനിലാകട്ടെ, UAE-യിലാകട്ടെ, എവിടെയാകട്ടെ, ജനാധിപത്യ വിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധ സമീപനങ്ങളോ രാജഭരണത്തിന്റെ കിരാതമായ വാഴ്ചാമുറകളോ ഉണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതും ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതുമാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് യാതൊരു തർക്കമില്ല. പക്ഷെ അവിടെയും തീവ്രവാദത്തിന് പഴുതുകളേതുമില്ല. അസത്യത്തെയും അധർമ്മത്തെയും അകൃത്യത്തെയും എതിർക്കേണ്ടതിന് ഇസ്ലാമികമായ ഒരു വശമുണ്ട്, രീതിയുണ്ട്, വേദിയുണ്ട്, മുഖമുണ്ട്. ആ രീതിയിൽ വേണം അതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ. ഇസ്ലാം പേരിന് ഈ മൗദൂദി സാഹിബിന്റെ ഒരു വാദമനുസരിച്ച് ഖിലാഫത്ത് ഓർ മുലൂക്കിയത്ത് എന്ന കൃതിയിൽ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ സമർത്ഥനം ഇസ്ലാമികമല്ല. വിഷയം ഇതാണ്, ഇസ്ലാമിയിൽ ഖിലാഫത്തേ ഉള്ളൂ, മുലൂക്കിയത്തില്ല. ഇസ്ലാം രാജവാഴ്ചയെ രാജവാഴ്ചയാണ് എന്ന പേരിൽ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു എന്നത് മൗദൂദി സാഹിബ് മുന്നോട്ട് വെച്ച ഒരു തീവ്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചു വരുന്ന ഒരു നുണയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും രാജവാഴ്ചയെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയെ അംഗീകരിച്ച് കോട്ട് ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. ഇതൊക്കെ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അന്തസ്സാര ശൂന്യമായ, പറച്ചിലിലും പ്രയോഗത്തിലും പ്രകടനത്തിലും ആത്മാർത്ഥതയില്ലാത്ത, അടിസ്ഥാനരഹിതമായ, ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ആ തീവ്രവാദ പ്രസ്ഥാനം ചെന്നെത്തിയിരിക്കുന്ന ആപത്കുഴികൾ, രാഷ്ട്രീയമായ ചതിക്കുഴികൾ, അവർ പെട്ട കെണികൾ, അവർക്ക് സംഭവിച്ച അപജയങ്ങൾ, അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തോൽവികൾ, അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന നാണക്കേടും അപമാനവും, അതിന്ന് ഈ പ്രബുദ്ധമായ സദസ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏത് തീവ്രവാദ സമീപനവും പരാജയപ്പെടേണ്ടതുണ്ട് എന്ന നിലക്കാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പരാജയവും കുടിക്കേണ്ടി വരുന്ന കയ്പുനീരും എല്ലാം അനുഭവിച്ചേ തീരുവത്. ഏത് തീവ്രവാദത്തിന്റെയും സ്വാഭാവികമായ ഗതിയാണ്.
ഇനി നമ്മൾ ചിന്തിക്കേണ്ട, ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ആലോചിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഞാൻ അതിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകാം. തീവ്രവാദം എന്ന് പറയുന്നതിന് അറബിയിൽ തത്തറുഫ് എന്നൊരു പദമാണ് പ്രയോഗിക്കുന്നത്. തത്തറുഫ്, എക്സ്ട്രീമിസം. ഭീകരവാദത്തിന് സാധാരണ നിലയിൽ ഇർഹാബിയത്ത് എന്ന പദം പ്രയോഗിക്കാം, ടെററിസം. ഈ വാക്കുകൾക്കൊന്നിനും ഇസ്ലാമികമായ യാതൊരു ആധാരവുമില്ല എന്ന് പ്രത്യേകിച്ച് ഇനിയും വീണ്ടും വീണ്ടും പറയേണ്ടതില്ലല്ലോ. ഇസ്ലാമിൽ തീവ്രവാദികളില്ല, ഇസ്ലാം തീവ്രവാദത്തെ സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. ഇന്ത്യയിലെ സാഹചര്യമോ, ഇന്ത്യയിലെ സാഹചര്യം നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാരടക്കം ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിലേക്ക് പോയോ, പോകാതെയോ, പോകാൻ ഒരുങ്ങിയോ, കാശ്മീരിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റിനെ തുടർന്നോ പിടിക്കപ്പെട്ട മലയാളികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ രാഷ്ട്രീയമായ സ്ഥിതിവിശേഷം, അവരെത്തിപ്പെട്ട നിലപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വാഗമണിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തോ കുന്നിൻ മുകളിലോ നടന്നതായി പറയപ്പെടുന്നതോ ആയ ഏതെങ്കിലും ഒത്തുകൂടലുകളിൽ തീവ്രവാദത്തിന്റെ ചുവയോ അതിന്റെ ദുർഗന്ധമോ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം ആയിരിക്കെ തന്നെ പറയട്ടെ, തീവ്രവാദത്തിന് യാതൊരു ആദർശത്തിന്റെയും അടിസ്ഥാനമില്ല. ഇസ്ലാം അതിന്റെ 1-ാം തീയതി മുതൽ പറഞ്ഞു വെച്ച, പ്രചരിപ്പിച്ചു പോരുന്ന ആശയങ്ങളിൽ തീവ്രവാദത്തിന് യാതൊരു ആധാരവുമില്ല. കേരളം കണ്ട എക്കാലത്തെയും വലിയ തീവ്രവാദ നീക്കങ്ങളുടെ പരാജയം, ആ പരാജയം ഇന്നെല്ലാവരും ഏറെക്കുറെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ISSന്റെ ദൗത്യം ഒരു മറുഭാഷ്യത്തിൽ ഏറ്റെടുത്ത NDF, ആ NDF ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് തുടക്കം മുതൽ വിശ്വസിച്ചു പോരുകയും അത് പ്രചരിപ്പിച്ചു പോരുകയും ചെയ്യുന്നവരാണ് നമ്മൾ. കേരളത്തിലെ സാക്ഷാൽ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം അതൊരു പ്രതികരണം മാത്രമാണ്. പ്രതികരണം ഒരു ആദർശമല്ല. തീവ്രവാദം ഒരു പ്രതികരണം മാത്രമാണ്, ഒരു തിരിച്ചടിയുടെ രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന്റെ രീതിശാസ്ത്രം. അതിനൊരു ഐഡിയോളജി ഇല്ല. അതെന്താ അങ്ങനെ? എപ്പോഴാ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അത് തലവെക്കും. എപ്പോഴാ ആ പ്രശ്നത്തിന്റെ രൂക്ഷത കുറയുന്നത് അപ്പൊ അതിന്റെ രൂക്ഷത കുറയും. എപ്പോഴാ പ്രശ്നം അവസാനിക്കുന്നത് അപ്പോൾ ആ പ്രശ്നവും എന്നേക്കുമായി അവസാനിക്കും. അങ്ങനെ പ്രശ്നം അവസാനിക്കുമ്പോൾ അവസാനിച്ചു പോകുന്നതാണ് തീവ്രവാദം എന്ന നിലപാട്. അതൊരു പ്രതികരണം മാത്രമാണ്, അല്ലാതെ തീവ്രവാദത്തിന് ആശയാടിസ്ഥാനം ഒന്നുമില്ല. പിന്നെ ഇന്ത്യ രാജ്യത്തെ ഒരു പ്ലൂറലിസ്റ്റിക് ബഹുമത ബഹുസംസ്കാര ചുറ്റുപാടിൽ പ്രത്യേക ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ ചുറ്റുപാടിൽ തീവ്രവാദം ഒട്ടും ജനാധിപത്യപരവുമല്ല. ലോകത്ത് ഒരു രാജ്യത്തും അത് മനുഷ്യത്വപരമല്ലാത്ത പോലെ ഇന്ത്യയിൽ അത് ജനാധിപത്യ സെക്യുലറിസ്റ്റ് സൗധങ്ങളെയും സങ്കല്പങ്ങളെയും തകിടം മറിച്ചുകൊണ്ടല്ലാതെ അതിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇന്ത്യയിൽ നടന്നതായി പറയപ്പെടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രധാനമായും ഇന്ത്യയിൽ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നല്ലേ അല്ല. അലിഗഡിലോ, ഗോണ്ടയിലോ, ബിജ്നോറിലോ, ദാദ്രയിലോ, മീററ്റിലോ, ഓൾഡ് ഡൽഹിയിലോ, മലിയാലയിലോ, ഭഗൽപൂരിലോ, ജബൽപൂരിലോ, സെക്കന്ദരാബാദിലോ, ഹൈദരാബാദിലോ, തുംകൂരിലോ, തിരുവനന്തപുരത്തെ പൂന്തറയിലോ, വാടാനപ്പള്ളിയിലോ, നാദാപുരത്തോ, ഫോർട്ട് കൊച്ചിക്കടുത്ത മട്ടാഞ്ചേരിയിലോ, ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂരോ, ബോംബെയിലോ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നടന്ന 3000-ൽ താഴെ മുസ്ലിങ്ങൾ അറുകൊല ചെയ്യപ്പെട്ട ഗുജറാത്തിലെ നരഹത്യയിലോ ഒന്നും മുസ്ലിങ്ങളല്ല പ്രധാനമായും പ്രതികൾ. അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട കമ്മീഷനുകൾ വെളിപ്പെടുത്തിയ കണ്ടെത്തലുകൾ മുന്നിൽ വെച്ചാൽ അമുസ്ലിം കമ്മീഷനുകൾ, ഞാനത് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്ത കമ്മീഷൻ ചെയർമാൻമാർ വെളിപ്പെടുത്തിയ സംഗതികളെ മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും മിക്ക കലാപങ്ങളും RSSുകാർ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ RSSും ഹിന്ദുക്കളുമായി അവകാശവാദത്തിൽ അല്ലാതെ ആദർശപരമായി വലിയ ബന്ധമൊന്നുമില്ല. ഹൈന്ദവതയുടെ മൊത്തം
പ്രാതിനിധ്യം അവർ അവകാശപ്പെടുന്നുവെന്നല്ലാതെ RSSന് ഹൈന്ദവ ധർമ്മവുമായി ബന്ധമൊന്നുമില്ല. ഇരിക്കട്ടെ, ആ RSSകാരുടെ കൈ, അവരുടെ പങ്ക് അനിഷേധ്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ബോംബെ ശ്രീകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, ബാബരി മസ്ജിദിലെ ലിബർഹാം കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, അതിന് മുൻപും പിൻപുമുള്ള കമ്മീഷനുകൾ വെളിപ്പെടുത്തിയ സംഗതികൾ വെച്ചിട്ടായിരുന്നാലും ശരി, ഇത് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അപ്പോ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ കലാപങ്ങളും കലഹങ്ങളും മനുഷ്യക്കുരുതികൾക്കും നേതൃത്വം കൊടുത്തത് ഹിന്ദു വർഗീയവാദികളാണ്. എന്നാൽ അനാവശ്യമായ ചില ഇടപെടലുകളോ ആവേശകരമായ ചില ഉദ്യമങ്ങളോ നീക്കങ്ങളോ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് നിഷേധിക്കാനും സാധ്യമല്ല. എന്നാൽ എവിടെയാണോ അതിനെ എതിർക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്, തീവ്രവാദത്തെ പ്രതിരോധിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോൾ ആ തീവ്രവാദത്തിനെതിരെ മുസ്ലിങ്ങളോടൊപ്പം അണിചേരാൻ തയ്യാറായി ആളുകൾ ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് കേരളത്തിലെ സാഹചര്യം. അത് ISS ഉണ്ടായിട്ടും ഇപ്പൊ NDF ഉണ്ടായിട്ട് NDF അവരുടെ ആളുകളെ പ്രതിനിധികളായി മത്സരിപ്പിച്ചിട്ട് 8 നിലയിൽ പൊട്ടി. തോൽക്കാനുള്ള വോട്ട് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടതാണ് അവരുടെ അനുഭവം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പെരുമ്പാവൂരോ പരിസരത്തോ അനുകൂലമായ ഒരു തരംഗമുണ്ടായാൽ അത് എക്കാലത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയമായ ഒരു സംസ്കാരമായി തെറ്റിദ്ധരിക്കുന്നത് NDFന് സംഭവിച്ച ഒരു പരാജയമാണ്. NDF പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദം പരാജയപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു സംരംഭമാണ്, ഉദ്യമമാണ് എന്നതുപോലെ തന്നെ. പിന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് തീവ്രവാദം ഗുണകരമല്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ നോക്കി, ഇവിടെ ഇന്ത്യയിലെ ചുറ്റുപാട് ഞാൻ എപ്പോഴും അമ്പരപ്പോട് കൂടി എന്നും അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ 50 രൂപ ട്രഷറിയിൽ അടക്കുക. നിങ്ങളൊന്ന് കേരളത്തിലെ ചുറ്റുപാട് പരിശോധിച്ച് നോക്കൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാങ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ തൃശ്ശൂരിലെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുവളപ്പിന്റെ പരിസരങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുക. ഇത് നമ്മൾ ചെയ്ത കാര്യമാണ്. നമ്മൾ ചെയ്ത പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചു. 50 രൂപ ഒരു പോലീസ് സാങ്ഷൻ എടുത്താൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലോകത്ത് സൗദി അറേബ്യയിൽ പോലും നമുക്ക് ലഭ്യമല്ല എന്ന ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തീർത്തും തറപ്പിച്ചും പറയാൻ സാധിക്കും, തീവ്രവാദ സമീപനങ്ങൾ എപ്പോൾ തലപൊക്കിയോ അപ്പോൾ അതിനെ വിമർശിക്കാൻ മുസ്ലിങ്ങൾ ഒരുമ്പെട്ട ചുറ്റുപാടുകളിലെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് പിൻബലവും പിന്തുണയും ലഭിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ തീവ്രവാദികൾ ആരെങ്കിലും മുസ്ലിങ്ങളിൽ ഉണ്ടായാൽ, NDF ഉണ്ടായാൽ എന്താ കുഴപ്പം? മുസ്ലിങ്ങൾക്കാണ് ദോഷം, വേറെ ആർക്കും എന്നതിനേക്കാൾ ബന്ധപ്പെട്ട സമുദായത്തിന്റെ സ്ഥിതിയെ കൂടുതൽ പരിങ്ങലിലാക്കുകയും നമ്മുടെ പ്രബോധന സംരംഭങ്ങളെ അത് കൂടുതൽ തകർക്കുകയും നമ്മുടെ സാധ്യതകളെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നതാണ് തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ അപകടം. ആർക്കെങ്കിലും തീവ്രവാദം ഗുണം ചെയ്യോ? മുസ്ലിം തീവ്രവാദം ഗുണം ചെയ്യും. മുസ്ലിം തീവ്രവാദം ഗുണം ചെയ്യും. അതാർക്കാണെന്നോ? വർഗീയ ഫാഷിസ്റ്റുകൾക്ക് ഗുണം ചെയ്യും. കാരണം അവർക്ക് എപ്പോഴും ആഗ്രഹം, അവരെപ്പോഴും ലക്ഷ്യം വെക്കുന്നത്, അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളിൽ തീവ്രവാദികൾ ഉണ്ടാകണമെന്നാണ്. അത് ചൂണ്ടിക്കാണിച്ച് ഈ ഇന്ത്യയിലെ സെക്യുലറായി ചിന്തിക്കുന്ന മതനിരപേക്ഷ സംസ്കാരമുള്ള ആളുകളെ ഹൈന്ദവ വർഗീയ ഫാഷിസ്റ്റ് ലാവണങ്ങളിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോരാൻ അവർക്ക് സാധിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളുടെ ഫാഷിസ്റ്റ് ലക്ഷ്യങ്ങളെ ബുദ്ധിപരമായി നേരിടാൻ തയ്യാറുള്ള ഒരു ജനവിഭാഗം ഇന്ത്യയെ പോലുള്ള ഒരു പ്രത്യേക ബഹുമത സാംസ്കാരിക രാഷ്ട്രീയ ചുറ്റുപാടിൽ സ്വീകരിക്കേണ്ടത് എന്താണ്? ഇസ്ലാമിക സംസ്കാരം ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചതായി സ്വീകരിച്ചതായി പറയുന്ന ആ സംസ്കാരവും നിലപാടും എന്താ? അത് ബുദ്ധിപരമായി കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിന് പകരം ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കുന്ന സമീപനം സ്വീകരിക്കുകയും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ സഹവർത്തിത്വത്തിലൂന്നിയ സമാധാനത്തിലൂന്നിയ സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ്
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല പരിഹാരം ഈ പ്രശ്നത്തിന്. ലോകത്തെവിടെയെങ്കിലും തീവ്രവാദം ജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ലോകത്തെവിടെയും തീവ്രവാദം ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തോൽക്കാൻ വേണ്ടി മാത്രം ജനിച്ചത് എന്നതാണ് അതിനൊരിക്കലും തട്ടിമാറ്റാൻ പറ്റാത്ത സ്ഥിരം വിധി. പിന്നെ സാമൂഹ്യമായി അതിന് ഇനിയും ദോഷങ്ങൾ എടുത്തു പറയാനുണ്ടോ? ഉണ്ട്. നിഷ്പക്ഷരായ ആളുകളെ NDF വന്നപ്പോ നിഷ്പക്ഷരായ ഒരുപാട് ഹിന്ദുക്കൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. ISS വന്നപ്പോ ഒരുപാട് നല്ല ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിച്ചു. മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമൂഹ്യമായ അന്തസ്സ് നഷ്ടപ്പെടുത്താനും കുറയ്ക്കാനും ആ നീക്കങ്ങൾ കാരണമാവുകയും ചെയ്തു. ചരിത്രത്തിൽ തീരാ കളങ്കമായി മാറിയ ചില കൈവെട്ട് കേസുകൾ, കേരളത്തിന്റെ ചരിത്രത്തിൽ തീരാ കളങ്കമായി മാറിയ ചില കൈവെട്ട് കേസുകൾ ഇനിയും ഒരുപാട് കാലം ഇസ്ലാമിന്റെ വിരോധികൾ എടുത്തു പറയാൻ ഉപയോഗിച്ചേക്കാവുന്ന, എടുത്തു പറഞ്ഞേക്കാവുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയത് ഈ തീവ്രവാദ നിലപാട് ശക്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ചുരുക്കത്തിൽ ഏതൊരു സമുദായത്തെ സേവിക്കാനും ഏതൊരു സമുദായത്തിന് സഹായമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണോ ഈ തീവ്രവാദത്തിന്റെ ആശയ നാമ്പുകൾ ഉടലെടുത്തത്, ആ സമുദായമാണ് ഈ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി പൊതുസമൂഹത്തിൽ മാറുന്നത്. പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടാനും രാഷ്ട്രീയമായി അന്യവൽക്കരിക്കപ്പെടാനും മുസ്ലിങ്ങൾക്കൊരു തീവ്രവാദ ഭീകര പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും മാത്രമാണ് ഈ സമീപനം ഉപകരിച്ചിട്ടുള്ളത്. ഇസ്ലാം അംഗീകരിക്കുന്ന ജിഹാദും തീവ്രവാദവുമായി വല്ല ബന്ധവും ദാർശനികമായി, സൈദ്ധാന്തികമായി, ആദർശപരമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇസ്ലാമും ജിഹാദുമായി ബന്ധമുണ്ട്. അത് ഇസ്ലാമും ധർമ്മസമരവുമായി, പ്രബോധനവുമായി ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ്. ജിഹാദും തീവ്രവാദവുമായി ബന്ധമില്ല എന്നത് കാരണം തീവ്രവാദം മനുഷ്യത്വ വിരുദ്ധ ചേരിയിൽ എന്നും നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. തീവ്രവാദം നിയമവിധേയമല്ല എന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് തീവ്രവാദികൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും അതെ, ഇതിനു മുമ്പും അതെ, ISSന്റെ കാര്യത്തിലാണെങ്കിലും അതെ, പിന്നീട് അതിനെ വെളുപ്പിച്ചെടുക്കാൻ മഅദനി നടത്തിയ PDP ശ്രമങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും ആണെങ്കിലും ശരി, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ്. ശരിയായ തീരുമാനമോ ന്യായമായ നടപടികളോ ഇല്ലാത്തതിനാലും എടുക്കുന്നവ അങ്ങനെയുള്ളതല്ലാത്തതിനാലും പലപ്പോഴും വിചാരിക്കാത്ത അപകടങ്ങളും പ്രയാസങ്ങളും അതിൽ ഉണ്ടായിത്തീരുന്നു എന്നതാണ്. ദഅവത്ത്, ഇസ്ലാമിക പ്രബോധനം എന്ന ഒരു സംവാദത്തിന്റെ, ആശയ സംവാദത്തിന്റെ ആ മുഖം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമായി എന്ന് ഞാൻ പറഞ്ഞത് ചക്കരപ്പാടത്തെ, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത ചക്കരപ്പാടത്തെ സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹൈന്ദവ വീടുകളിൽ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോയ നമ്മുടെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഏത് ഭാഗത്ത് നിന്ന് തീവ്രവാദം ഉണ്ടായാലും ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ സന്തോഷ പ്രകടനാർത്ഥം മിഠായി കൊടുത്തു എന്ന പേര് ചൊല്ലി സന്തോഷിനെ കൊന്നുകളഞ്ഞ മുസ്ലിം സഹോദരങ്ങളുടെ ആ അകൃത്യത്തിൽ അമർഷവും അരിശവും കൊണ്ട് നമ്മൾ സമാധാന പ്രേമികളായ ആളുകളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളെ ഞാൻ ഓർത്തു പോകുന്നു. ഓർത്തിട്ട് ഞാൻ പറയട്ടെ, തീവ്രവാദം ആത്മഹത്യാപരമാണ്. അതിന്റെ ആത്യന്തിക ഫലം ശത്രുക്കളുടെ വ്യാപനമാണ്. ഇസ്ലാമിന്റെ വിരോധികൾ വർദ്ധിക്കുക എന്നതാണ്. മതനിരപേക്ഷത മരിച്ചൊടുക്കുക എന്നതാണ്. ജനാധിപത്യം എന്നേക്കുമായി അന്ത്യശ്വാസം വലിക്കുക എന്നതാണ്. നിയമ സുരക്ഷ നശിപ്പിക്കപ്പെടുക എന്നതാണ്. അതുപോലെ നിയമവാഴ്ച തകർക്കപ്പെടുക എന്നതാണ്. മനുഷ്യ സുരക്ഷ ഇല്ലാതാവുക എന്നതാണ്. സന്ധ്യയായാൽ കടകൾ അടക്കുക എന്നതാണ്. സ്ത്രീകൾ കൊല്ലപ്പെടുക എന്നതാണ്. കൊച്ചുകുട്ടികൾ അനാഥരാവുക എന്നതാണ്. ഒരുപാട് സഹോദരിമാർ വിധവകളാവുക എന്നതാണ്. ഒരുപാട് കുടുംബങ്ങൾ ഗതിയില്ലാതെ അഗതികളാവുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഉത്തരവാദപ്പെട്ടവരുടെ നിർവികാരമായ രാഷ്ട്രീയ സമീപനം, ഇച്ഛാശക്തിയില്ലാത്ത തീവ്രവാദ വിരുദ്ധ സമീപനം സ്വീകരിക്കാൻ ഇച്ഛാശക്തിയില്ലാത്ത അവരുടെ അഴകുഴമ്പൻ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തരം പോലെയും തഞ്ചം പോലെയും കേരളത്തിന്റെ മണ്ണിലും തീവ്രവാദത്തെ വളർത്തിയിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത്, അവകാശം നിഷേധിക്കപ്പെടുകയും രാജ്യത്തെ കോടതികളിൽ നിന്ന് പോലും നീതിയും ന്യായവും ലഭിക്കില്ല എന്ന നിരാശയ്ക്ക് അടിപ്പെടുകയും രാജ്യത്തെ പോലീസുകാരിൽ നിന്ന് പോലും മര്യാദ
കിട്ടാൻ ഒരു വഴിയുമില്ല എന്ന മാനസികാവസ്ഥ പുൽകുകയും ചെയ്യുന്ന യുവാക്കളിൽ നിന്ന്, ജനതകളിൽ നിന്ന്, ജനസമൂഹങ്ങളിൽ നിന്ന് ഉറവ പൊട്ടുന്ന ഈ തീവ്രവാദം എന്ന ആശയം അതിന് സൈദ്ധാന്തിക അടിത്തറകളൊന്നുമില്ലെങ്കിൽ പോലും തികഞ്ഞ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടും നീതി നടത്താനും ധർമ്മം നിർവഹിക്കുവാനും എല്ലാ മനുഷ്യരോടും മര്യാദയുടെ മാന്യമായ അകലം നിലനിർത്തുവാനും പാലിക്കുവാനും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിച്ചെങ്കിൽ മാത്രമാണ് രാജ്യത്തെ തീവ്രവാദ സമീപനത്തെ നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിഗൂഢതകളൊന്നുമില്ലാത്ത, സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കേണ്ടതില്ലാത്ത, ആദർശം മുഴുവൻ പരസ്യമായിട്ടുള്ള, ഏകദൈവാരാധനയുടെ സാഹോദര്യ സഹവർത്തിത്വ ചിന്തയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പരമതസ്ഥരോടും വിയോജിപ്പുള്ളവരോട് പോലും സ്വീകരിക്കാൻ മാന്യമായ ശൈലിയും സമീപനവും പഠിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കും അന്തസ്സോടെ തല ഉയർത്തി ഇസ്ലാം തീവ്രവാദികൾക്കെതിരാണെന്നും തീവ്രവാദത്തിനെതിരാണെന്നും ഭയവും വെറുപ്പും നമുക്കാരോടുമില്ല, നമ്മളോട് ആർക്കും ഉണ്ടാവാനും പാടില്ല എന്ന നമ്മുടെ സമീപനം. നമ്മളെ ആരും വെറുക്കരുത്, നമ്മളെ ആരും ഭയക്കരുത്, നമുക്ക് ആരോടും വെറുപ്പില്ല, നമുക്ക് ആരെയും ഭയമില്ല എന്ന സ്നേഹത്തിന്റെയും നിർഭയത്വത്തിന്റേതുമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കേണ്ട ബാധ്യത ആത്യന്തികമായി മുസ്ലിങ്ങൾക്കുണ്ടെന്നും എവിടെയെങ്കിലും നബി തിരുമേനിയുടെ കാർട്ടൂൺ, നബി തിരുമേനിയുടെ ചിത്രം വരച്ച ഒരു കാർട്ടൂണോ, പ്രവാചകന്റെ പേര് കൊത്തിയ ഒരു ചെരുപ്പിന്റെ അടിയോ ഉണ്ടെങ്കിൽ, അത് കണ്ടെങ്കിൽ അതിന്റെ പേരിൽ വിറളി പൂണ്ട്, വികാരം പൂണ്ട്, അതിർത്തി കടന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പാടില്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന ബോധം ഒക്കെ ഇതെല്ലാം നമുക്കുണ്ടാകണം. ചരിത്രം ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കം, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഇസ്ലാമിൽ ഒരു കമ്പൽഷനും ഇല്ല. ഉണ്ടോ? ഇല്ല. മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നപ്പോൾ 12 ആളുകൾ. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒരുമിച്ചല്ലേ 10-20 കോടി ആളുകൾ. അങ്ങനെ വളർന്നു വലുതായി വന്നതും ഇന്ന് നാം ഈ രാജ്യത്തെ സെക്യുലർ ചുറ്റുപാടിനകത്ത് നിലനിൽക്കുന്നതും ഈ മഹത്തായ പാരമ്പര്യത്തെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. നാം ഇസ്ലാം ആളുകളോട് ഓർമ്മിപ്പിക്കുന്നു, ഉണർത്തുന്നു. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഭാഷയിൽ ആളുകളോട് സംസാരിക്കുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്താഗതി സൈദ്ധാന്തികമായി വെച്ചു പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നാം വിമർശിക്കുന്നത്, NDF-നെ നാം വിമർശിക്കുന്നത്, ISS-നെ നാം വിമർശിച്ചിട്ടുള്ളത്, ഇന്ന് ഷാറ മുബാറക്കിന്റെ, പ്രവാചകന്റെ പുണ്യ തിരുകേശത്തിന്റെ മറവിൽ നടക്കുന്ന രാഷ്ട്രീയ അധോലോക ബിസിനസ് മാഫിയ, ആത്മീയവത്കരിക്കപ്പെട്ട ബിസിനസ് മാഫിയയെ നാം എതിർക്കുന്നതിന്റെ അതേ ആവേശത്തോടെ ഈ തീവ്രവാദത്തെയും ഈ രാഷ്ട്രീയ സാമൂഹ്യ സമീപനത്തെയും ഒക്കെ നാം ചെറുക്കേണ്ടതും എതിർക്കേണ്ടതും തന്നെയാണ്. ഇന്ത്യ മനോഹരമായ മണ്ണാണ്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മതസ്ഥരും നല്ലവരാണ്. അതിലെ ഒറ്റപ്പെട്ട ആളുകളുടെ ഇരുളടഞ്ഞ മുഖങ്ങളെ, കറുത്തിരുണ്ട വർഗീയതയെ നാം അവഗണിക്കുക. ഈ രാജ്യം എന്നും നമുക്കൊപ്പമാണ്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, മതസഹിഷ്ണുതയുടെ, മതമൈത്രിക്കൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അമുസ്ലിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശബ്ദം ശ്രവിച്ച മുഴുവൻ പേരോടുമുള്ള കൃതജ്ഞത വാക്കാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ചുരുക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.